ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനോടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ RRB ടെക്നീഷ്യൻ 2024 ഒരു അപ്ഡേറ്റ് ഓൾറെഡി നമ്മൾ തന്നിരുന്നു. അതായത് അതിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുകയും അത് പ്രകാരം പുതിയ ചില മാറ്റങ്ങൾ വന്നു, പുതിയ തസ്തികകൾ വന്നു, കുറേ കൂടെ പുതിയ പോസ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ ആപ്ലിക്കൻസിനെ അലോ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, പുതുതായിട്ട് പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ആഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. വേക്കൻസികൾ റീമൊഡ്യൂൾ ചെയ്യാം, മറ്റു ചില വേക്കൻസി വേണ്ടി അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി PSC 15 ദിവസത്തെ വിൻഡോ ഓപ്പൺ ചെയ്ത് തരുമെന്നും പറഞ്ഞിരുന്നു. അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നലെ മുതൽ, അതായത് ഒക്ടോബർ 2-ാം തീയതി മുതൽ ഒക്ടോബർ 16-ാം തീയതി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ള സമയം RRB നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ആ ഒരു വിവരം അറിഞ്ഞിട്ടില്ലാത്തവർ ഉടൻ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക, നിങ്ങളത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് ഇവിടുത്തെ കണ്ടന്റ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന നാഷണൽ വിൻഡോ പീരീഡ്, അതായത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന 15 ദിവസത്തേക്കായിരിക്കും. ഇത് കൃത്യമായിട്ട് എന്ന് മുതൽ തുടങ്ങും എന്നാണ് പറയുന്നത്. 2/10/2024 2/10/2024 തുടങ്ങി 16/10/2024 വരെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ കയറി നിങ്ങളുടെ മാറ്റങ്ങൾ വരുത്തേണ്ടവർക്ക് മാറ്റം വരുത്താം, സോൺ മാറ്റേണ്ടവർക്ക് RRB മാറ്റേണ്ടവർക്ക്, അങ്ങനെ കുറേ പ്രിവിലേജ് തരുന്നുണ്ട്. അത് ഓരോന്നോരോന്നും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണിത് വിൻഡോ മാറ്റേണ്ടത്? നമ്മൾ മാറ്റേണ്ടത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, RRB apply.gov.in വഴിയാണ് നമ്മളിതിൽ മാറ്റം വരുന്നത്. ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടത് വഴിയാണ്. ഇനി എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് പെയ്ഡ് കാൻഡിഡേറ്റ്സ് ഓഫ് ടെക്നിക്കൽ ഗ്രേഡ്, അതായത് ഈ ഗ്രേഡ് 3, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ചെയ്ത ശേഷം പൈസയും അടച്ചവരെയാണ് നമ്മുടെ അപ്ലൈഡ് കാൻഡിഡേറ്റ് എന്ന് കരുതുന്നത്. നിങ്ങൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അപ്ലൈഡ് കാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അവരെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ എന്താണ് പ്രകാരമായിട്ട് ഇവർ പറയുന്നത്, നിങ്ങൾ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്ലൈഡ് ടു എനി വൺ ഓർ മോർ കാറ്റഗറീസ്, ഒന്നോ അതിലധികമോ ഈ ഒരു ഗ്രേഡ് 3യുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ട് അവർ സക്സസ്ഫുൾ ആയിട്ട് പേ ചെയ്തവരാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അതായത് ഇവരുടെ വിൻഡോ പീരീഡാണ് ഈ 2/10 മുതൽ. ഇവർക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പുതുതായിട്ട് എല്ലാ മാറ്റങ്ങളും വരുത്താം. എന്തിലൂടെ? വിത്തൗട്ട് പേയ്മെൻറ്റ്. അവർക്ക് പേയ്മെൻറ്റിനെ പറ്റി ഇവിടെ ബാധകമായ കാര്യമല്ല, അവരൊന്നും പേ ചെയ്യേണ്ടതില്ല. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ദേ വിൽ ഗെറ്റ് ആക്സസ് ഓൺലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, റീ അപ്ലോഡിംഗ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ചേഞ്ച് RRB പോസ്റ്റ് പ്രിഫറൻസ്, ഓൾ ടെക്നിക്കൽ ഗ്രേഡ് 3 കാറ്റഗറീസ്, കാറ്റഗറി നമ്പർ 240. അതായത് നിങ്ങൾ ഓൾറെഡി ഫീ പേ ചെയ്തവരാണ്. നിങ്ങൾക്ക് ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കിട്ടുന്ന പ്രിവിലേജ് എന്നാണ് പറയുന്നത്. ദേ വിൽ ഗെറ്റ് ആക്സസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ അപ്ലോഡ് ചെയ്യാം, ഫോട്ടോഗ്രാഫ് റീ അപ്ലോഡ് ചെയ്യാം, സിഗ്നേച്ചർ ചെയ്യാം, ചേഞ്ച് RRB, നിങ്ങളുടെ RRB ചേഞ്ച് ചെയ്യാം, പോസ്റ്റ് പ്രിഫറൻസ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസിലെ പോസ്റ്റ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയും ഒരു കാര്യം കൂടിയുണ്ട്. ഓൾറെഡി നിങ്ങൾ പേ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ ആപ്ലിക്കേഷനായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനും പാടില്ല. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കുന്നതിന് പോലും കാരണമാകാവുന്നതാണ്. അടുത്തതായിട്ട് ന്യൂ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചതാണ്. അതായത് നിലവിൽ ഓൾറെഡി അപ്ലൈ ചെയ്യാത്ത, അപ്ലൈ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാത്തവരും ന്യൂ കാൻഡിഡേറ്റ് ആണ്. അതുകൂടി ഓർക്കാം. മനസ്സിലായല്ലോ? ന്യൂ പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാത്തവർ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത ശേഷം പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ടുള്ള കൺസിഡർ ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ ഓൾറെഡി അപ്ലൈഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. അതേസമയം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫുള്ള് ചെയ്യുകയും പൈസ അടയ്ക്കുകയും ചെയ്തില്ല, നിങ്ങളുടെ ടൈം ഔട്ട് ആവുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരിക്കലും അപ്ലൈഡ് കാൻഡിഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. അവർക്ക് എന്തൊക്കെ ആക്സസ് ആണ് കിട്ടുന്നത്, ഇവരെ ഏത് രീതിയിൽ കരുതും? അവരെ നമ്മളിവിടെ കരുതുന്നത് അവരെന്താണ്, ന്യൂ കാൻഡിഡേറ്റ് ഫോർ അപ്ലൈയിങ് കാറ്റഗറി നമ്പർ 2 of 240, candidates who have submitted application not paid the application fee for technician grade 3 SEN number 02/2024. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താണ്, പുതിയ ഞാൻ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് ഇവിടെ ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ആപ്ലിക്കേഷൻ ഫോർ ദ കാറ്റഗറി നമ്പർ 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ then 02/2020, but they have not applied for technician grade 3 of SEN number
2004 അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അവർക്ക് കാൻഡിഡേറ്റിന് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? അവർക്ക് കാറ്റഗറി നമ്പർ 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടും സെൻ നമ്പർ 2 2024. ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവർക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഓഫ് സെൻ നമ്പർ 2024 വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്ലൈഡ് അതർ CN അത് അടുത്ത കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവർക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും മറ്റൊരു കാര്യമായിട്ട് RRB പറയുന്നത്, ഇതിൽ ആപ്ലിക്കൻസ് ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് ന്യൂ ആപ്ലിക്കൻസ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്ത് അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കിത് ഈ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ RRB നിങ്ങൾക്ക് തരുന്നൊരു പ്രിവിലേജാണ് 17/10/2024 മുതൽ 21/10/2024 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുവാനുള്ള അവസരവും തരുന്നുണ്ട്. അതിൽ മാറ്റത്തിന് 250 രൂപ ഫീയും RRB ഈടാക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളവർക്ക് വീണ്ടും കയറി അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു RRB തന്നിരിക്കുന്ന ഈ ഒരു ടൈം ബൗണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.